നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ കാര്യങ്ങളാണ്. ഓക്കെ, കാർഡ്സ് ഷഫിൾ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഓക്കെ ഓക്കെ സോ ഫസ്റ്റ് കാർഡ് 3 of Cups ആണ്. നിങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം വിട്ട് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നോക്കാൻ അല്ലെങ്കിൽ പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഓക്കെ, പഴയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നേരത്തെ ജോബ്, നേരത്തെ ഒരു ഹൗസും പ്ലേസും ലൊക്കേഷൻ, ഇതൊക്കെ നിങ്ങൾ മാറി പുതിയൊരു കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ. ഓക്കെ ഓക്കെ നമുക്ക് കുറച്ചും കൂടി കാർഡ്സ് എടുക്കാം. ദ ലവേഴ്സ്, the Sun reversed, 10 of Pentacles, 7 of Swords, Queen of Pentacles reversed, 3 of Wands reversed, 8 of Pentacles reversed, Page of Swords, 2 of Cups reversed, 6 of Cups reversed, Queen of Swords reversed. Okay, so എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്സ്, ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന എക്സ്, ഒന്നോ രണ്ടോ റിലേഷൻഷിപ്സ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അവർ നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പം റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയവരുടെ കാര്യം കൂടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർ കാരണം നിങ്ങൾക്ക് മനസ്സിലായ രീതിയാണ്. മീൻസ് അവരുടെ കാര്യം നോക്കി പോയപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ലായിരുന്നല്ലോ, ഈ റിലേഷൻഷിപ്പ് ആണല്ലോ എന്നെ ഇങ്ങനെ ആക്കിയത്, എനിക്ക് കുറച്ചും കൂടെ മഹത്വങ്ങളുണ്ടല്ലോ, എനിക്ക് കുറച്ചും കൂടെ നല്ല സ്ട്രെങ്സ് ഉണ്ടല്ലോ എന്നും നിങ്ങളുടെ പ്രീവിയസ് റിലേഷൻഷിപ്സ്, ഓക്കെ, നിങ്ങളുടെ എക്സുകൾ നിങ്ങളെ മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോസിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയം, ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളൊരു സോളിറ്റ്യൂഡിലായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, മറ്റുള്ളവരെ ഒരു എന്താ പറയുക, കുറേ നാൾ റിലേഷൻഷിപ്സ് ഒന്നും ഇല്ലാതെ ഒരു ഐസൊലേഷൻ പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ തന്നെ ഹാപ്പിയാണ് നിങ്ങളുമായിട്ട്. ഓക്കെ, കുറച്ച് ബ്രേക്കപ്സ് കഴിഞ്ഞവരാണെങ്കിൽ കുറച്ച് ബ്രേക്കപ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്പോസിനെ മീറ്റ് ചെയ്യുന്നത്. അതല്ല, നേരത്തെ റിലേഷൻഷിപ്സ് ഒന്നും ഇല്ലായിരുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു സോളിറ്റ്യൂഡ്, നിങ്ങൾ ഒറ്റയ്ക്കായ ഒരു നിമിഷങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കും അപ്രത്യക്ഷമായി നിങ്ങളുടെ സ്പൗസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പൗസ്, ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കൊളീഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കോളേജിലുള്ള കുട്ടി, അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾ അവരുമായിട്ട് അങ്ങനെ ഒരു ബന്ധം പോലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഒരു സ്പോസ് ആവുന്ന പോലും നിങ്ങൾ വിചാരിക്കാത്ത ഒരാളായിരിക്കും. പക്ഷെ ഈ ഒരു വ്യക്തി, ഓക്കെ, നിങ്ങളുമായിട്ട് ഇപ്പം ഒരു നല്ലൊരു പ്രോക്സിമിറ്റിയിൽ നിൽക്കുവാണ്, കുറച്ച് അടുത്താണ് നിങ്ങൾ. ഓക്കെ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോസിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളൊരു സോളിറ്റ്യൂഡ് ലൈഫിലായിരിക്കും, ഒരു ലോൺലിനെസ്സിലായിരിക്കും നിങ്ങൾ. ഓക്കെ, ആ ഒരു ടൈം, അത് ചിലപ്പോൾ ഈ ഒരു ടൈമും ആയിരിക്കും. ഓക്കെ, പ്രസൻ്റ് ആയിരിക്കാം, ഈ വീഡിയോ കാണുന്നവർക്ക് അത് പ്രസൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രസൻറ്റിലൊരു ബ്രേക്കപ്പ് ഒരു ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, പിന്നെ ഒരു ഫ്യൂച്ചർ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഓൾറെഡി ഒരു ഇപ്പോഴേ ഒരു ലോൺലിനെസ് സോളിറ്റ്യൂഡ് ഒരു രീതിയിലായിരിക്കാം. ഓക്കെ, എന്തുവാണേലും നിങ്ങൾ സിംഗിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും നല്ല ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ടാവും. ബാക്കിയുള്ളവർക്കെല്ലാം ഒന്നെങ്കിൽ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചു അങ്ങനത്തെയൊക്കെ രീതിയിലാണ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഓക്കെ എനിക്കാരും ഇല്ലല്ലോ അങ്ങനെ ഒരു ഷെയർ ചെയ്യാൻ, അങ്ങനെ ലോൺലിനെസ് ഉണ്ടെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത് കാണിക്കാനാണ്, നിങ്ങളെ എങ്ങനെയും സ്ട്രോങ് ആക്കാനാണ് ഈ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളിങ്ങനെ ലോൺലി ആയിട്ട് തോന്നി നിങ്ങൾ ഓക്കെ ഇത് തന്നെയാണ് നല്ലത്, വേറുള്ള റോങ് പേഴ്സൺ ആയിട്ട് റിലേഷൻഷിപ്പിലാവുന്നതിന് പകരം നല്ല വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വരട്ടെ, എനിക്ക് വേണ്ടി വരുന്ന ഒരു വ്യക്തി വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിലാണ്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വരുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ, നിങ്ങൾ പോസിറ്റീവായിട്ട് ഒരു തിങ്കിങ് വരുമ്പം, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഇതാണ് ഞാൻ ഹാപ്പിയാണ് എന്ന് ചിന്തിക്കുന്ന സമയത്താണ് അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോസിനെ നിങ്ങൾ മീറ്റ് ചെയ്യാറാകുമ്പോഴത്തേക്കും നിങ്ങൾ നല്ലപോലെ മൈൻഡെല്ലാം നല്ല സെറ്റിൽഡ് ആയിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ തനിയെ സോൾവ് ചെയ്യുന്ന ഒരു രീതിയിലായിട്ടുണ്ടാകും. എല്ലാം കൊണ്ടൊരു സ്ട്രോങ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോസിനെ മീറ്റ് ചെയ്യാനുള്ള ടൈം ഇപ്പോഴായോ അതോ കുറച്ച് നാളും കൂടെ എടുക്കുമോ എന്ന് നമുക്ക് അതൊക്കെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടി കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. 5 of Swords, the Moon, 6 of Wands reversed, 9 of Pentacles reversed. ഓക്കെ, സോ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ പലരും ഇപ്പോഴൊരു സ്ട്രോങ് ആണ് ശരിക്കും പറഞ്ഞാലും. ഓക്കെ, പണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് നോ എന്ന് പറയാൻ പോലും മടിയായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നോ പറയാൻ അറിയാം. നിങ്ങളുടെ ചോയ്സസ്, നിങ്ങളുടെ ലൈഫിലെ ചോയ്സസ് നിങ്ങൾക്ക് എടുക്കാനറിയാം. മറ്റുള്ളവരെ നിങ്ങൾക്ക് ദേഹത്തിന് വെച്ച് മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണോ, അത് ഞാൻ എടുക്കുന്ന ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അതിപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ ഡിസിഷൻ എടുക്കാവുന്ന ഒരു രീതിയിലോട്ട് വന്നിരിക്കും നിങ്ങൾ. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ വന്നാലും അത് നിങ്ങൾക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഡിസിഷൻ ചൂസ് ചെയ്യൂ എന്ന് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന ഒരു രീതിയാണ് പലരിലും ഇത് കാണുന്നത്. ഓക്കെ, സോ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ ഫ്യൂച്ചർ സ്പോസിനെ മീറ്റ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുന്നു. ഓക്കെ, അത് നിയർ ഫ്യൂച്ചറിൽ തന്നെ ആയിരിക്കും. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ ഒരാളെ അട്രാക്ട് ചെയ്യിപ്പിക്കുവാണ്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ മറ്റൊരാളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുവാണ്. ബിക്കോസ് നിങ്ങളുടെ ഇപ്പോൾ ഒരു എനർജി എന്ന് പറയുന്നത് കറേജ് ആൻഡ് ബോൾഡ് ആണ് കാണുന്നത്. ഓക്കെ, സോ കറേജസ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ കണ്ടാൽ ഇതെൻ്റെ സ്പോസ് ആവുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറേഞ്ച് മാരേജ് ആയിരിക്കും, നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കല്യാണങ്ങൾ നോക്കുന്നുണ്ടാകും, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാകും. എന്തായാലും നിങ്ങൾക്ക് ഇപ്പം ഒരാളെ കണ്ടാൽ ഇപ്പോൾ അവരോട് സംസാരിക്കാതെ തന്നെ ഓക്കെ ഇതെൻ്റെ പേഴ്സണാണ്, ഇതെനിക്ക് പറ്റും എന്ന് പറയുന്ന ഒരു രീതിയിലായിട്ട് നിങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിരിക്കുവാണ്. ഈ ഒരു ബോൾഡ്നെസ് കാണണം. ഓക്കെ, ഈ ഒരു ബോൾഡ്നെസ്, നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഒരാൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളൊരു എൻഡിലേക്ക് വന്നിരിക്കുവാണ്. സോ ഈ മെസ്സേജസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ റെസൊനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാനിങ്ങനെ എനിക്കിപ്പോൾ തോന്നുന്നില്ലല്ലോ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ സ്പോസിനെ മീറ്റ് ചെയ്യാൻ എന്ന് തോന്നിയില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് തോന്നിപ്പിക്കും. ഓക്കെ, സോ ഈ മെസ്സേജസ് റെസൊനേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കാര്യമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ പുതിയ വീഡിയോസ് അല്ലെങ്കിൽ അപ്കമിങ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, സോ താങ്ക് യു.